ഞാനിന്ന് കാലത്ത് കഴിച്ചത് ചപ്പാത്തിയും നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു കേട്ടോ, മസാലക്കറി. പിന്നെ ഉച്ചയിലത്തേക്ക് ഞാൻ തയ്യാറാക്കിയത് തോരനായിരുന്നു കേട്ടോ, ക്യാരറ്റും ബീട്രൂട്ടും ഇട്ടിട്ട് തോരനുണ്ടാക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെച്ച് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ സവോളയും പച്ചമുളകും ഒന്ന് വഴറ്റാട്ടാ. കൂടെ കുറച്ച് നമ്മുടെ കറിവേപ്പിലയും കൂടി കേട്ടോ. ഒന്ന് ജസ്റ്റ് അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും കുറച്ച് ഉപ്പിട്ട് കേട്ടോ. പിന്നെ അതങ്ങോട്ട് വേവിച്ചെടുത്താൽ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളത് മാറ്റി വെച്ചു. പിന്നെ ചാറ് കറിക്ക് ഞാൻ ഇന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പരിപ്പും കായാണ് വെച്ചത്. അപ്പോൾ പരിപ്പ്, കായ, പച്ചമുളക്, കുറച്ച് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് പിന്നെ അതിലേക്ക് നമ്മുടെ തേങ്ങയിലേക്ക് കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ട് അത് ചേർത്തു. ലാസ്റ്റ് കടുകും കൂടി പൊട്ടിച്ചൊഴിച്ചാൽ നമ്മുടെ ചാറ് കറി അങ്ങനെ റെഡി ആയിട്ടാണ്. അങ്ങനെ നമ്മുടെ പരിപ്പും കായും തയ്യാറായി. എനിക്കിത് അത്ര ഇഷ്ടമില്ലാത്ത കറിയാട്ടോ, കാരണം ഇതിന് ഇത്തിരി പുളിയൊക്കെ കുറവാണല്ലോ, എനിക്ക് ഇത്തിരി പുളിയും കൂടി വേണം. പിന്നെ ഞാൻ ഉപ്പേരി കാച്ചിയത് തൂവരപ്പയർ അതാണ് കാച്ചിയത്. നമ്മുടെ സാധാരണ കാച്ചിലെ കറികളൊക്കെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് നമ്മുടെ കറിവേപ്പിലിട്ട് മൂത്ത് വരുമ്പോൾ ചതച്ച മുളകെടുത്ത് മൂത്ത് വരുമ്പോൾ പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ചാൽ നമ്മുടെ തുവരപ്പയർ ചേർത്ത് കൊടുക്കുക. അങ്ങനെ അതങ്ങോട്ട് നന്നായി മിക്സാക്കി ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടി ചേർക്കാം കേട്ടോ. അങ്ങനെയാണ് തൂരപ്പയർ ഇവിടെ വേവിച്ചത്. ഞാൻ വേറെ രീതിയിൽ വേവിച്ചേട്ടന്ന് പണ്ട് ഞാൻ ബാംഗ്ലൂരായിരുന്നപ്പോൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് അമ്മച്ചി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചെയ്തു കേട്ടോ, നന്നായി മിക്സാക്കി. പിന്നെ ലാസ്റ്റ് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. തേങ്ങ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഇത് തോരനും വെക്കുമ്പോൾ. ഇങ്ങനെ കാച്ചന് കൂട്ടാനിലൊക്കെ തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നമ്മുടെ തൂരപ്പയർ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഉച്ചയിലത്തേക്കുള്ളത്. പിന്നെ പപ്പടം വറുത്തു, പിന്നെ ഒരു അച്ചാറും കൂടി എടുത്തു കേട്ടോ. ഇരുമ്പുള്ളി അച്ചാറാണ് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ എടുത്തത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോവാണ്. നല്ല സ്വാദിഷ്ടമായ കുത്തരിച്ചോറും പിന്നെ പരിപ്പും കായും പിന്നെ കുറച്ച് ഇരുമ്പുള്ളി അച്ചാറും ക്യാരറ്റും ബീട്രൂട്ടും മെഴുക്ക് പറ്റിയും തൂരപ്പയറും ഒരു പപ്പടവും പിന്നെ അച്ചാറും കൂടി ഉണ്ടായി. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് സൂപ്പറായിരുന്നു. നോമ്പല്ലേ, അതാണ് വെജിറ്റേറിയൻ ഐറ്റംസ്.